ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഞാനൊരു പെറ്റ് പാരൻ്റ് ആകും. ഒരു പെറ്റിനെ കെയർ ചെയ്യുന്ന ഒരു പെറ്റ് പാരൻ്റ് ആകുമെന്നുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. പക്ഷേ ഇവൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അറ്റ് എ സർട്ടൺ പോയിൻ്റ് ഞാനിവനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ എല്ലാവർക്കും, എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞു സാധനം. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മളൊന്ന് മാറി നിൽക്കാൻ പോവുകയാണ്. അത്രയും ദിവസത്തേക്കുള്ള ആശാൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. ഇത്രയും ദിവസം ഞാൻ അവനെ പിരിഞ്ഞ് നിന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അവൻ വന്നതിന് ശേഷം 1-2 ദിവസമൊക്കെ ചെറിയ യാത്രകളൊക്കെ വരുമ്പോൾ നമ്മൾ മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ അവനെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ഇവിടെ ആവുമ്പോൾ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ നോക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ നന്നായിട്ട് അവനെ നോക്കാനും പരിപാലിക്കാനൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള പെറ്റ് ഹോസ്റ്റലാണ്. ട്രിവാൻഡ്രത്തെ ഒരു പെറ്റ് ബോർഡിംഗ് സ്ഥലമാണ്. അവിടേക്കാണ് ഞാൻ അവനെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ഉള്ളിലെനിക്ക് നല്ല വിഷമമുണ്ട്, ഇത്രയും ദിവസം അവനെ കാണാതിരിക്കേണ്ടി വരും എന്നുള്ളത്. പക്ഷേ ഒരു അത്യാവശ്യ യാത്രയായതുകൊണ്ടും എറൗണ്ട് ഒരു 20 ഡേയ്സോളം ഞാൻ സ്ഥലത്ത് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് വേറെ ഓപ്ഷനില്ല. അവനെ ഏറ്റവും നന്നായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഏറ്റവും നന്നായിട്ട് അവന് മികച്ച പരിചരണം കിട്ടുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് ഞാൻ ആക്കിയിട്ട് പോകുന്നത്. അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ ഫുഡും ഞാൻ വരുന്ന ദിവസം വരേക്കുള്ളത് അതിൽ കൂടുതലും സ്റ്റോക്ക് ചെയ്ത് എല്ലാം ഏൽപ്പിച്ചിട്ടാണ് യാത്ര പ്ലാൻ ചെയ്യുന്നത്. നല്ല വിഷമമുണ്ടായിരുന്നു അവനെ കൊണ്ടാക്കിയപ്പോൾ. അവനും 1-2 ദിവസം ചെറിയ വിഷമം കാണും. അതിനുശേഷം അവൻ അവിടെ സെറ്റ് ആയിക്കോളും. അങ്ങനെയാണ് സാധാരണ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.